1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. നിലമ്പൂർ താലൂക്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 8 പേർ മരിച്ചതോടെ ആശങ്കയിലായ ജനങ്ങൾ. ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നും പ്രതിരോധ മാർഗങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു. ചാലാർ ഗ്രാമപഞ്ചായത്തിൽ ഡിഎംഒയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ. വ്യാപനമായിട്ട് കുറച്ചൊരു ആശങ്കയുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട്ബ്രേക്ക് നമ്മുടെ കഴിഞ്ഞ് അത് കുറഞ്ഞു വന്ന സമയത്താണ് വീണ്ടും ഹൗസ് ക്ലസ്റ്ററുകൾ വരികയും അതിൽ നിന്ന് പുതിയ കേസുകൾ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ, നമ്മൾ പ്രിവെൻഷന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതായിട്ടുണ്ട്. അവരുടെ ആ ഒരു ശീലവൽക്കരണത്തിലും കൂടെ അത് വന്നാൽ മാത്രമേ നമുക്ക് മഞ്ഞപ്പിത്തം, ശരിക്കും പ്രത്യേകിച്ച് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന വെള്ളത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ. നിലമ്പൂരിൽ 5 പേരും ചാലിയാർ പഞ്ചായത്തിൽ 2 പേരും ചികിത്സയിലുണ്ടെന്ന് ഡിഎംഒ പറഞ്ഞു. മഴക്കാലം അടുത്ത സാഹചര്യത്തിൽ രോഗവ്യാപനം വർദ്ധിക്കാനാണ് സാധ്യത. വ്യക്തി ശുചിത്വം പാലിക്കുകയാണ് പ്രധാനമായും ചെയ്യേണ്ടത്. കരൾ രോഗമടക്കമുള്ളവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത കൂടുതലാണെന്നും ഡിഎംഒ പറഞ്ഞു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള മരണങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് മരണം കൂടുതലായിട്ട് കാണുന്നത്. കാരണം നമുക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അല്ലെങ്കിൽ കരളിന് വേറെ എന്തെങ്കിലും അസുഖം ഉള്ള ആളുകൾ, പ്രായമായിട്ടുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പല കാരണങ്ങളുകൊണ്ട്, നമ്മുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പല ഇതുകൊണ്ടും ഇന്ന് ഫാറ്റി ലിവർ വളരെയധികം കൂടിക്കൊണ്ട്. മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്നത് മദ്യം കഴിക്കുന്നവർക്കാണ് ഫാറ്റി ലിവർ കൂടുതലെന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സ്ത്രീകൾക്ക് പോലും ഫാറ്റി ലിവർ വളരെയധികം കൂടുതലുണ്ട്. ഇങ്ങനെ കോംപ്രമൈസ് ആയിട്ട് ലിവർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ അസുഖം വരികയും അവർ പലപ്പോഴും ഒറ്റമൂലി ചികിത്സകളിലേക്ക് പോകുന്നു. ശരി, ശാസ്ത്രീയമായ ചികിത്സ ഏത് സിസ്റ്റത്തിലാണ്, ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് പകരം ഒറ്റമൂലികളുടെ പുറകെ പോവുകയും അങ്ങനെ മരണത്തിലേക്ക് പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ശുചിമുറിയിൽ പോയ ശേഷം നിർബന്ധമായും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചാൽ 1 മാസത്തേക്ക് പൂർണ്ണ വിശ്രമം എടുക്കുകയും സമ്പർക്കങ്ങൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഓരോ വ്യക്തികളുടെയും. കാരണം ഒരു രോഗി ഒരു വീട്ടിലുണ്ട്. പലപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യത്തിൽ കണ്ടത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഒരു രോഗിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗലക്ഷണങ്ങൾ തന്നെ 2 ആഴ്ച 3 ആഴ്ച നിൽക്കും. അതിനുശേഷം അവർക്ക് ആ 2 ആഴ്ച അവർക്ക് പകർത്താൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. പിന്നെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം ആയിരിക്കും ഒരു അത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കാലയളവുണ്ട്. എന്നിരുന്നാലും നമ്മൾ ആദ്യത്തെ ആ ഒരു മാസം വളരെ കർശനമായിട്ട് നമ്മൾ കോവിഡിന് പറയുന്ന പോലെ സാമൂഹ്യ അകലം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ആ രോഗിയുമായിട്ട് ഇടപഴകുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചാലിയാർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ 1 മാസത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് ഭരണസമിതിക്കും പുറമെ വിവിധ വകുപ്പുകൾ, വ്യാപാരികൾ, ഹോട്ടൽ, കൂൾബാർ ഉടമകൾ ഉൾപ്പെടെ മുഴുവൻ പേരുടെയും സഹകരണത്തോടെ ബോധവൽക്കരണം ഉൾപ്പെടെ സജീവമാക്കാനും തീരുമാനിച്ചു. ഒരു കാരണവശാലും ഒറ്റമൂലി മരുന്നുകൾ കഴിക്കരുതെന്നും രോഗലക്ഷണം കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കണമെന്നും ഡിഎംഒ യോഗത്തിൽ നിർദ്ദേശം നൽകി. ചാലിയാർ പഞ്ചായത്തിൽ ഇതുവരെ 50 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. ഇതിൽ 2 പേർ മരിച്ചു. നിലവിൽ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മഴക്കാലം മുന്നിൽ നിൽക്കുമ്പോൾ ഒറ്റക്കെട്ടായി മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാനുള്ള നടപടികൾ തുടരും. മറ്റു രോഗങ്ങൾ, പ്രത്യേകിച്ച് കരൾ രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ മരണസാധ്യത കൂടുതൽ. 11 പേരാണ് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് മരിച്ചതെങ്കിലും 8 പേരുടെ മരണത്തിലാണ് മഞ്ഞപ്പിത്ത സ്ഥിരീകരണം ലഭിച്ചിട്ടുള്ളതെന്ന് ഡിഎംഒ പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം 4000-അടുത്ത് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 8 മരണമാണ് നമ്മൾ കൺഫേംഡ് ആയിട്ടുള്ളത്. 11 മരണമുണ്ട്, എങ്കിലും 8 എണ്ണം നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള മരണമാണ് ഉള്ളത്. 4000-ലേറെ പേർക്കാണ് ജില്ലയിൽ ഇക്കുറി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്നും ലാബ് ടെക്നീഷ്യന്മാരുടെ കുറവ് പരിഹരിക്കണമെന്നും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് ഡിഎംഒയോട് ആവശ്യപ്പെട്ടു. പട്ടികവർഗ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന പഞ്ചായത്തിലൊന്നാണ് ചാലിയാർ. ഭൂവിസ്തൃതിയും കൂടുതലാണ്. അതിനാൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.
ജലനിധിക്ക് കീഴിലുള്ള കിണറുകളിൽ ജലം ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാണെന്നും പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നും കളക്കുന്ന് സ്വദേശി സുലൈമാൻ കൈപ്പള്ളി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോകുന്നവർ മുൻകൂട്ടി പഞ്ചായത്തിനെ അറിയിക്കണമെന്നും അവർ വീട്ടിൽ നിന്നും പോകുമ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യത്തിന് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകണമെന്നും സുലൈമാൻ ആവശ്യപ്പെട്ടു. യോഗത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുമയ്യ പൊന്നാങ്കടവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ, ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുബിൻ, ചുങ്കത്ര CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വരൻ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷക്കുട്ടി ഇളയടത്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ VK മുഹമ്മദ് അൻവർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ് കമ്മത്ത്, P ശ്രീജ, TP ഹസീന, ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ്, വ്യാപാരികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth